ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. പാടാത്ത പൈങ്കിളിയുടെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ദേവയുടെയും കൺമണിയുടെയും തമ്മിലുള്ള വിവാഹത്തിന് തൻ്റെ ആശങ്കകളും എതിർപ്പും പൂർണ്ണമായും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമ്മ അച്ഛനോട് പറയാണ്, ദേവയ്ക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ദേവ അനുസരിക്കും. പക്ഷെ ഒരിക്കൽ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിക്കും, എന്തിനെന്റെ ജീവിതം നശിപ്പിച്ചുവെന്ന്. അതിനുള്ള മറുപടി കൂടി മനസ്സിൽ കരുതി വെച്ചോ. അമ്മയുടെ വാക്കുകളെല്ലാം അച്ഛനെ വല്ലാതെ വിഷമത്തിലാക്കുകയാണ്. അതേസമയം ദേവയിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദേവയുടെ അരികിലേക്ക് കൺമണി വരികയാണ്. കൺമണി പറയാ, സർ, മരിക്കാൻ ഒന്നല്ല, അതിലേറെ തവണ ശ്രമിച്ചവളാ ഞാൻ. അപ്പോഴൊക്കെ സാർ എന്നെ തടഞ്ഞു. അത് മരണത്തിനേക്കാൾ കൂടിയ ഒരു ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഞാൻ ആരാ സാർ? എനിക്ക് വേണ്ടി സാർ എന്തിനാ ത്യാഗം സഹിക്കുന്നേ? അപ്പോൾ ദേവ പറഞ്ഞു, കൺമണി താൻ പൊയ്ക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ കൺമണി പറഞ്ഞു, ഇല്ല സാർ, ഇതിനി മാറ്റി വയ്ക്കാൻ പറ്റില്ല. സാറിന് മധുരിമയുടെ സ്ഥാനത്ത് എന്നെ കാണാൻ പറ്റുമോ? ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. ഞാൻ അടുത്ത് നിന്ന് കണ്ട പ്രണയം നിങ്ങളുടേതാ. മധുരിമ വന്ന നിമിഷം മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ സാറും മധുരിമയും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പരിമിതികളുണ്ട്. സാറിനതില്ല. സാറ് പറയണം ഇതൊരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ദേവ പറയാ, കൺമണി, അച്ഛനോടും അമ്മയോടും ഉള്ള ബാധ്യതയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തവളാ താൻ. ഈ കാര്യത്തിൽ ഞാനും അങ്ങനെയായിപ്പോയി. അപ്പോൾ കൺമണി പറയാ, അരുത് സാർ, അച്ഛൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നെയാ. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. എനിക്കെന്ത് മാനക്കേട്? ആരും അറിയാത്ത എന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് പറഞ്ഞാലും സാരമില്ല. ഞാൻ സാറിൻ്റെ കാല് പിടിച്ച് പറയാം, ഇതിന് സാർ കൂട്ടു നിൽക്കരുത്. അപ്പം ദേവ പറയാം, കൺമണി, ഈ തീരുമാനത്തെ ഞാൻ തലയാട്ടുമ്പോൾ എല്ലാവരും ഒരു വിചിത്ര ജീവിയെപ്പോലെ എന്നെ നോക്കും. ചിലരെങ്കിലും ഒരു ചതിയനെന്ന് കരുതും. പക്ഷേ ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക്. ഉടനെ കൺമണി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വേണ്ട, ഞാൻ സ്വപ്നം കാണാത്തൊരിടത്ത്, എനിക്കൊരു യോഗ്യത പോലും ഇല്ലാത്തൊരിടത്ത് എന്നെ കയറ്റി ഇരുത്താൻ നോക്കല്ലേ. ഇവിടുന്ന് പോകാൻ ഒരനുവാദം അത് മാത്രം തന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ ദേവ കൺമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വീണ്ടും കൺമണി പറയാ, സാർ, എന്നെ ഇങ്ങനെ തീറ്റിക്കല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വപ്നം അവിടേക്ക് വരികയാണ്. ഓഹോ, അടുക്കളയിൽ കാണാഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നീ ദേവയുടെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന്. നിനക്ക് എന്താടി ഇവൻ്റെ കൂടെ കാര്യം? അപ്പോൾ കൺമണി പറഞ്ഞു, ചേച്ചി, ഞാൻ സാറിനോട് വിവാഹത്തിന് സമ്മതിക്കല്ലേന്ന് പറയാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഉടനെ സ്വപ്നം പറയാ, ഓഹ്, മതിയായില്ലേടി നിനക്ക് നാടകം കളിച്ചു കൂട്ടിയിട്ട്. എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടിയത്? ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, നാട്ടുകാരെ കൊണ്ട് നീ ചീത്തയായെന്ന് വിളിച്ചു പറയിക്കുന്നു. എന്താടി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം? ഓ, നിനക്ക് ഈ കുടുംബത്തിൻ്റെ മരുമകളാവണം, ഞങ്ങളിൽ ഒരുത്തിയാവണം, അതല്ലേ? അതേടി, അടുക്കളക്കാരിയായ നിനക്ക് ഉടമസ്ഥയാവാൻ തോന്നിയപ്പോൾ തകർന്നു തുടങ്ങിയതായി ഈ കുടുംബം. ഇപ്പം നീ ഇവിടെ വന്നതേ കല്യാണത്തിൽ നിന്ന് ഇവനെ പിന്തിരിപ്പിക്കാനല്ല, അവന് പിന്തിരിയാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ കൺമണി പറഞ്ഞു, ചേച്ചി എന്തായി പറയുന്നേ? ഞാൻ എന്താ പറഞ്ഞെന്ന് സാറിനോടൊന്ന് ചോദിച്ചു നോക്ക്. നീ ഒന്നും പറയണ്ട, ഇറങ്ങിപ്പോവാൻ നിനക്ക് ഒരാളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. എനിക്കറിയാനുള്ള കാര്യം എന്താണെന്നറിയോ? മധുരിമ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നീ ഇവനെ പാട്ടിലാക്കാൻ തുടങ്ങിയോന്നാ. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഈ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നീ ഇവന് നിന്റെ ശരീരം കൊടുത്തോന്ന്. ഇത് കേട്ടതും കൺമണിയുടെ കൺട്രോൾ ആകെ തെറ്റുകയാണ്. കൺമണി സ്വപ്നയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയാ, ചേച്ചി, ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ സ്ഥാനം നോക്കാതെ ഞാൻ പ്രതികരിച്ചു പോകും. അപ്പോൾ സ്വപ്ന, ആഹാ, നീ അത്രയ്ക്കായോടി എന്നും പറഞ്ഞുകൊണ്ട് കൺമണിയെ തല്ലാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തുകയാണ്. ആ കൈ തടഞ്ഞു മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ് ദേവ. സ്വപ്നയുടെ കൈ തടഞ്ഞതും ദേവയോട് സ്വപ്ന ചോദിക്കുക, ഓഹോ, അപ്പോൾ ഇവളെ തൊടാൻ പോയപ്പോൾ നിനക്ക് പൊള്ളിയല്ലേടാ? അപ്പോൾ ദേവ പറഞ്ഞു, അതെ, പൊള്ളി. ഈ വീട്ടിലാരെങ്കിലും നല്ലതായി ചിന്തിച്ചാ അവരുടെ നെഞ്ചു പൊള്ളിക്കണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമല്ലേ? കൺമണി ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താണ് സ്വപ്നേച്ചി? കൺമണി ഈ വീടിന്റെ ശാപമാണെന്ന് ഗുരുജി പറഞ്ഞിരുന്നോ? അച്ഛൻ്റെ അമ്മയുടെ ജീവന് ഇവൾ ഭീഷണിയാണെന്ന് ഗുരുജി പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പകരം നിങ്ങൾ ഇതൊക്കെ ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇത് ചോദിച്ചതും സ്വപ്ന അവിടെ നിന്ന് അനങ്ങാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ചെന്നു ദേവ. സ്വപ്നേച്ചി, ഇവൾ ജീവിക്കാൻ പാടില്ല, ചാകുവാണ് വേണ്ടതെന്ന് ഇവളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. പാതിരാത്രി പിൻവാതിലിലൂടെ പറഞ്ഞു വിടുമ്പോൾ ഇവളുടെ ജന്മദോഷമാണ് എല്ലാത്തിനും കാരണമെന്ന് നിങ്ങൾ വിശ്വസിപ്പിച്ചു. അതല്ലേ സത്യം? അപ്പോൾ ഉടനെ സ്വപ്നം പറയാ, ഓ, ഇവളെല്ലാം നിന്നോട് വിളമ്പിയല്ലേ? അതേടാ, കുടുംബത്തിന്റെ നാശത്തിന് ഇവളാണ് കാരണമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഇവളെ ഒഴിവാക്കാൻ വേണ്ടി
ഞാൻ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞു. അതെ, എനിക്ക് ഈ കുടുംബത്തോടുള്ള ബാധ്യത. ഓ, ഏട്ടത്തിമാർ ഈ കുടുംബത്തോട് കാണിക്കുന്ന ബാധ്യത എണ്ണി തീർക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോ, കൺമണി നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഒരുത്തി ആവുന്നതാണ് നിങ്ങളുടെ പേടിയെങ്കിൽ അത് സംഭവിക്കാൻ പോവാ. ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കാൻ പോവാ. അതിന് നിങ്ങൾ എന്ത് തടസ്സം സൃഷ്ടിച്ചാലും അത് നടക്കും. അപ്പോൾ സ്വപ്ന പറയാണ്, നിനക്കിത് സാധിക്കുമോടാ? നീ കൂട്ടിക്കൊണ്ട് വന്നതുപോലൊരു പെണ്ണിനെ വിജയോ അരവിന്ദോ ആണ് കൂട്ടിക്കൊണ്ട് വന്നിരുന്നതെങ്കിൽ അമ്മയും അച്ഛനും കൂടി അവളെ ചോദ്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചേനേടാ. ആ ബന്ധത്തെ ചോദ്യം ചെയ്തേനെ. നിന്റെ നേർക്ക് അതൊന്നും ഉണ്ടായില്ലല്ലോ. നീ മിടുക്കനാടാ. ഒരുത്തിയെ മടുത്തപ്പോൾ ദേ എടുത്തെടുക്കാൻ വേറൊരുത്തി. ലാഭം എന്തായാലും ദേ ഇവൾക്കാ. ഉച്ചിഷ്ടമാണെങ്കിലും സ്വർണ്ണപാത്രത്തിൽ വാരി തിന്നാലോ ഈ വൃത്തികെട്ടവൾക്ക്. ഇവരുടെ ഈ സംസാരം ദേവയെ ആകെ കൺട്രോള് തെറ്റി. ഷടപ്പ് എന്ന് പറഞ്ഞ് ദേവയെ അങ്ങ് അലറി. എന്നിട്ട് പറയാ, ഈ രീതിയിലാണ് സ്വപ്നേച്ചിയുടെ മുന്നോട്ടുള്ള സംസാരമെങ്കിൽ വേദനിക്കും, മാനസികമായിട്ടല്ല ശാരീരികമായിട്ട്. അപ്പോൾ സ്വപ്ന ചോദിക്കുക, എന്ന് വെച്ചാൽ നീ എന്നെ അടിക്കുമെന്നോ? അപ്പോൾ ദേവ പറഞ്ഞു, അതിലെന്തായാലും ഇനിയൊരു സംശയം വേണ്ട, പോവാൻ നോക്ക്, പോ. സ്വപ്ന പോയതും വീണ്ടും കൺമണി ദേവയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ദേവ പറഞ്ഞു, കൺമണി, നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട. ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു, നീയും. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കനുസരിക്കുന്നു, നീയും എന്നും പറഞ്ഞ് ദേവ അങ്ങ് പോവുകയാണ്. അപ്പോൾ കൺമണി ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം അച്ഛനും വലിയ ആലോചനയിലാണ്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് നിൽക്കുന്ന കണ്ടു. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് മറ്റാരുമായിരുന്നില്ല, സ്വാമിജി ആയിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഓടിച്ചെന്ന് സ്വാമിജിയെ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. വന്ന് കയറിയ പാടെ സ്വാമിജി ചോദിക്കുകയാണ്, കുടുംബാന്തരീക്ഷം സങ്കീർണമാണ് അല്ലേ വർമ്മ? മുഖത്തത് കാണാനും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണല്ലോ ഞാൻ അവതരിപ്പിച്ചത്. എതിർപ്പാണ് എല്ലാവർക്കും. എങ്കിലും ഗുരുജിയുടെ ഒരു വാക്ക് മാത്രമാണ് എൻ്റെ ഒരു ധൈര്യം. മുന്നോട്ടുള്ള യാത്ര ഒരിക്കലും തെറ്റായി പോവില്ല എന്ന്. ആപൽശങ്ക വേണ്ട എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അമ്മ വരുവാണ്. അപ്പോൾ വന്ന ഉടനെ ചോദിക്കുക, സോമിയുടെ വരവിൻ്റെ ഉദ്ദേശം? അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, ഞാൻ വിളിപ്പിച്ചതാണ് വിവാഹം നടത്താൻ. അങ്ങനെ സ്വാമി അകത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഉടനെ അമ്മ വന്നിട്ട് സ്വാമിയോട് ചോദിക്കുക, സ്വാമി അങ്ങും ഇതിന് കൂട്ടു നിൽക്കുകയാണോ? അന്യായത്തിൻ്റെ കൂടെ അല്ലല്ലോ സ്വാമിയും ഗുരുജിയും ഒക്കെ നിൽക്കേണ്ടത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, എനിക്ക് ഗുരുജി തന്ന കൽപ്പനയാണ്, ഞാനതനുസരിക്കാൻ ബാധ്യസ്ഥനുമാണ്. അപ്പോൾ അമ്മ പറയാം, അല്ല, ഗുരുജി ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടു നിൽക്കില്ല. ഇത് ഇവിടെ നിന്നുള്ള കൽപ്പനയ്ക്ക് അങ്ങ് വഴങ്ങി കൊടുക്കുന്നതാ. അപ്പോൾ സ്വാമിജി പറഞ്ഞു, തെറ്റാണ്. പരമകാരുണികനായ ദൈവത്തെയും ഗുരുജിയെയുമല്ലാതെ മറ്റാരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ അമ്മ പറയാ, സ്വാമി, അങ്ങ് നടത്താൻ വന്ന വിവാഹം അവൻ്റെ അമ്മയായ എനിക്കിഷ്ടമല്ല, അവൻ്റെ സഹോദരങ്ങൾക്കിഷ്ടമല്ല, അവരുടെ ഭാര്യമാർക്കിഷ്ടമല്ല. എന്തിന്? ഉള്ളു തുറന്നൊന്ന് ചോദിച്ചാൽ അവന് പോലും ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഈ വാശിയെന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ഇന്ന് ഈ വിവാഹത്തിന് സ്വാമി കാർമ്മികത്വം വഹിക്കുകയാണെങ്കിൽ അത് ഈ കുടുംബത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും. അപ്പോൾ സ്വാമിജി പറയാം, കടുത്ത വാക്കുകളൊന്നും വേണ്ട. ആദ്യ വിവാഹം മുടങ്ങിയതിനും ഇപ്പോൾ ഈ വിവാഹം നടക്കാൻ പോകുന്നതിനും എഴുതി വയ്ക്കപ്പെട്ട ഒരു നന്മ ആ ഗുരുജി വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, സുശീലേ, എൻ്റെ മനസ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അമ്മ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയാണ്, എനിക്കൊന്നും കേൾക്കണ്ട. ഗുരുജിയല്ല, സാക്ഷാൽ ദൈവം പോലും വന്നു പറഞ്ഞാലും എൻ്റെ മനസ്സിന് യോജിക്കാത്തൊരു കാര്യത്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല. അപ്പോൾ സ്വാമിജി ആനന്ദവർമ്മയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം പറയും, സ്വാമിജി ക്ഷമിക്കണം, ഒരുപക്ഷെ മറ്റു പലരും ഇതുപോലെ തന്നെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ സ്വാമിജി പറഞ്ഞു, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ തൃശങ്കുവിലാണ് വർമ്മ, കല്ലേറാണ് ചുറ്റുപാട് നിന്നും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് സ്വാമിയെയും കൂട്ടി ആനന്ദവർമ്മ അകത്തേക്ക് പോരുകയാണ്. ഇതേസമയം ദേവ വലിയ ആലോചനയിലാണ്. അപ്പോൾ ദേവയുടെ അടുത്തേക്ക് അവന്തിക വരികയാണ്. അവന്തിക വന്നിട്ട് പറയും, ഏട്ടാ, സ്വാമി വന്നിട്ടുണ്ട്, വിവാഹം നടത്താനാ, മധുരിമയെ വിളിച്ചു. അപ്പോൾ ദേവ പറഞ്ഞു, ഇല്ല. അപ്പോൾ അവന്തിക ചോദിക്കുക, ഒന്നും പറയണ്ടെന്നാണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ദേവ പറഞ്ഞു, എന്താ ഞാൻ പറയുക. അപ്പോൾ അവന്തിക പറഞ്ഞു, അച്ഛനിത് ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഏട്ടൻ ഇതിന് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ആർക്കും ചോദിക്കാം, ആർക്കും. പക്ഷേ അച്ഛൻ പറഞ്ഞതൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ദേവിയുടെ പറച്ചിൽ കേട്ടതും അവന്തിക ചോദിച്ചു, എന്ത്? അതൊന്നും ആരും അറിയണ്ട. അച്ഛനൊരു വലിയ തെറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. ഇവിടിപ്പോൾ അച്ഛൻ്റെ ശരിയാണ് എൻ്റെയും ശരി. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അച്ഛൻ കുറ്റവാളിയാണെങ്കിൽ ഞാനും അതേ ലിസ്റ്റിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അവന്തിക പറഞ്ഞു, മധുരിമയെ മറന്ന് ഏട്ടനൊരു തീരുമാനം എടുക്കുമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണുമെന്ന് എനിക്കറിയാം. അതെന്തായാലും ന്യായമായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ കരുതില്ലല്ലോ ഏട്ടാ. അപ്പോൾ ദേവ പറഞ്ഞു, കൂടുതൽ സംസാരിക്കുമ്പോഴും നമ്മളെല്ലാവരും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. നീ പൊയ്ക്കോ,
എന്ന് പറയുമ്പോഴേക്കും അവന്തിക വീണ്ടും ദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക, ഏട്ടാ ഉള്ളു കരയുന്നുണ്ടല്ലേ ഏട്ടൻ്റെ? അപ്പോൾ ദേവിയും വലിയ സങ്കടത്തോടെ പറഞ്ഞു, ഈ അവസ്ഥയിൽ മനസ്സിൽ ചിരിക്കില്ലല്ലോ. ചാവാനുള്ള തീരുമാനമാണ് കൺമണിയുടേത്, മരിക്കാതിരിക്കാനുള്ള ധൈര്യം മധുരിമയ്ക്കുണ്ട്. അതാണ് എൻ്റെ ഒരേയൊരു പ്രതീക്ഷ. വിധി എന്തായാലും അതിനി അധിക സമയമില്ലല്ലോ. ദേവിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്തിക നിന്ന് കരയുകയാണ്. അപ്പോൾ ദേവ അവിടെ നിന്ന് പോവുക. ഇതേ സമയം മധുരിമ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മധുരിമ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് മധുരിമ ദേവിയെ വിളിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് വിചാരിക്കും, അല്ലെങ്കിൽ വേണ്ട, യാത്രക്കിടയിൽ ഒരു കോളോ സോറി പറച്ചിലോ ഒന്നും വേണ്ട, എല്ലാം അവിടെ ചെന്നിട്ടായിക്കോട്ടെ, പരാതി തീർത്താൽ മതിയല്ലോ. മധുരിമയുടെ ഈ പറച്ചിൽ കേൾക്കുമ്പോഴേക്കും ഡ്രൈവർ ചോദിക്കും, എന്തെങ്കിലും പറഞ്ഞോ മാഡം? മധുരിമ പറയും, ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. ദേവയുടെ അരികിലേക്ക് എത്താൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് മധുരിമ വരുന്നത്. ദേവയും മധുരിമയുമായി സ്പെൻഡ് ചെയ്ത നല്ല നിമിഷങ്ങളെല്ലാം ഓർക്കുകയാണ് മധുരിമ. ഒരുപാട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് മധുരിമ. ഇതേ സമയം സ്വപ്നയും തനൂജയും ഒക്കെ കൂടെ മധുരിമയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വിളിച്ചു നോക്കിയിട്ട് തനൂജ പറഞ്ഞു, കിട്ടിയില്ല, ഫോൺ സ്വിച്ച് ഓഫാ. അപ്പോൾ സ്വപ്ന പറയാ, നാശം പിടിച്ചവള്, ഇവൾ എവിടെ പോയി കിടക്കുക? ഇനി അവളുടെ തന്ത ചത്തോ? എങ്കിൽ 16 അടിയന്തരം കഴിഞ്ഞിട്ട് അവളുടെ ഫോൺ ഓൺ ചെയ്യൂ. അപ്പോൾ തനൂജ പറയാ, അവൾ വന്ന് കയറുകയാണെങ്കിൽ സിറ്റുവേഷൻ ആകെ ഒന്ന് മാറി മറിഞ്ഞേനെ അല്ലേ സ്വപ്ന? അപ്പോൾ സ്വപ്ന പറയാ, അമ്മ എതിർത്ത് തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് ഇത് മുടക്കാൻ ആ എതിർപ്പ് തന്നെ ധാരാളമാണെന്നാ. പക്ഷേ അച്ഛൻ അവിടെയും കടന്നു ചിന്തിച്ചു. കൺമണിക്ക് വേണ്ടി അമ്മയെ പോലും തള്ളി പറഞ്ഞു. പിന്നെ അവൻ്റെ ത്യാഗം. തനുജ, സത്യത്തിൽ അവന് മധുരിമയെ ഇഷ്ടമായിരുന്നോ അല്ലയോ? അപ്പോൾ തനുജ പറയാ, എനിക്കറിയില്ല. ഇഷ്ട സത്യസന്ധമായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് അവളെ മറക്കാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പോൾ സ്വപ്ന ചോദിക്കുക, അല്ല, ഈ ഒരു നമ്പർ മാത്രമല്ലേ അവൾ തന്നിട്ടുള്ളൂ? അതെ, ഇത് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് തന്നതാ. എങ്കിൽ സംശയിക്കണ്ട, ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു നമ്പർ തന്ന് നിന്നെ പറ്റിച്ചതായിരിക്കും. അപ്പോൾ തനുജ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഏറ്റവും നല്ല പറ്റിക്കൽ അവൾക്ക് തന്നെയല്ലേ കിട്ടിയത്, അവൾ അനുഭവിക്കട്ടെ. അപ്പോൾ സ്വപ്ന പറയാ, തനുജ, അവളെ ശപിച്ചതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? മധുരിമ ഇവിടെ എത്തണം, വിവാഹത്തിന് തൊട്ട് മുൻപെങ്കിലും. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ തനുജ പറയാ, സ്വപ്ന, നമുക്ക് അവളുടെ ഫേസ്ബുക്കിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കിയാലോ? ഓൺലൈൻ എങ്ങാനും ഉണ്ടെങ്കിലേ നമുക്ക് മെസ്സേജ് കൊടുത്ത് തിരിച്ച് വിളിപ്പിക്കാം. അത് കൊള്ളാവുന്നൊരു മാർഗമാണല്ലോ. ഇങ്ങനെയെങ്കിലും മധുരിമ ഇവിടെ എത്തിയേ പറ്റൂ. അങ്ങനെ ഇരുവരും ചേർന്ന് മധുരിമയുടെ ഫേസ്ബുക്ക് ID സെർച്ച് ചെയ്യുകയാണ്. ഏതൊക്കെയോ കിട്ടി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതേ സമയം അച്ഛൻ്റെ അടുത്തേക്ക് കൺമണി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു തീരുമാനം പറയാനുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ മോളെ? അച്ഛൻ തീരുമാനിക്കുന്ന ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. അപ്പോൾ അച്ഛൻ അതിൻ്റെ കാര്യം അന്വേഷിക്കുകയാണ് കൺമണിയോട്. അപ്പോൾ കൺമണി പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, ഞാനതിന് യോഗ്യയല്ല. രണ്ടാമത്തെ കാര്യം, ദേവസാറിൻ്റെ മനസ്സിൽ അങ്ങനെയൊരു സ്ഥാനത്ത് ഞാനില്ല, മറിച്ച് വേറൊരു പെണ്ണാ. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയാണ്, മോളെ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ മുൻപേ കൂട്ടി തീരുമാനിച്ചു വെച്ച കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ലല്ലോ. ഇതും മോൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ കൺമണി പറഞ്ഞു, വേണ്ട, എനിക്കങ്ങനെ മറ്റൊരു പെണ്ണെ സ്നേഹിച്ച ആളെ വേണ്ട അച്ഛാ. ശരിയാണ്, ഞാൻ എടുത്തു വളർത്തപ്പെട്ടവളാണ്, ജോലിക്കാരിയാണ് എന്ന് കരുതി ഞാൻ എന്തിനാ തരം താഴ്ന്നേ? എനിക്കും ഉണ്ടാവില്ലേ മോഹങ്ങൾ? എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ മതിയെന്ന് എനിക്ക് വാശി പിടിച്ചൂടെ? എനിക്ക് പറ്റില്ല അച്ഛാ. അച്ഛനോട് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കുക. അങ്ങനെ ഒരു വിവാഹത്തിന് ഞാൻ ഇറങ്ങില്ല അച്ഛാ. ഇത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മ ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം നിൽക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.